ഇന്ന് രാത്രിയും ദിവസത്തിൻ്റെ അടുത്ത് വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട അവസരം ഒരുക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവസിംഹാസനത്തിൽ, വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. തേജസ്സിന്റെ സിംഹാസനത്തിലെ ന്യായവിധിയെക്കുറിച്ച് ചിന്തിച്ചു. വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കുവാൻ ദൈവമക്കളെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ ന്യായം വിധിക്കുവാൻ, വീണുപോയ ദൂതന്മാരെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം അധികാരം ദൈവം നമുക്ക് നൽകും. ആ നല്ല നാളേക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ന് രാത്രിയും തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവമായ കർത്താവേ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അവിടുത്തെ പാദങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ചിന്തിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. തിരുവചനം ഉള്ളതിന് വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന വചനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. അത് ഹൃദയത്തിൽ അടർത്തിയെഴുതപ്പെടുവാൻ, ജീവിതത്തിൽ പ്രയോജനമായി തീരുവാൻ, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഇന്ന് രാത്രി തിരുവെഴുത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. ഈ രാത്രി സവിശേഷമായ ചിന്തയ്ക്കായി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് ഫ്രം ദ ബിഗിനിങ്. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചു വിടേണ്ടതാകുന്നു. അടുത്ത വാക്യം കൂടെ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മതി. കർത്താവിന്റെ സ്തോത്രം. ദൂതന്മാരുടെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൂതന്മാർ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. യേശു ജനിച്ച ശേഷം യേശുവിന്റെ പിതാവിനോട് മാതാവിനോടൊക്കെ ദൂതന്മാർ ഇടപെട്ട കാര്യങ്ങൾ, ഇടയന്മാരോട് ദൈവദൂതന്മാർ ഇടപെട്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ ജീവിതകാലത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ വിവിധ നിലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. യേശുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും ദൂതന്മാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ 2 ദൂതന്മാർ, ഒരുത്തൻ കാൽക്കലും ഒരാൾ തലയ്ക്കലും ഇരിക്കുന്നതായിട്ട് അവിടെ കടന്നു എന്ന സഹോദരിമാർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോഴും 2 ദൂതന്മാരാണ് പറഞ്ഞത്, യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുത്ഥാനത്തിൽ ദൂതന്മാർ വലിയ പങ്ക് വഹിച്ചു എന്ന് നമുക്കറിയാം. യേശു ഉയർത്തെഴുന്നേറ്റു. 40 നാൾ ഭൂമിയിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെറ്റിക്കൂടാത്ത തെളിവുകളാൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയാണ് 40 നാളോളം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി കൊണ്ടിരുന്നത്. അതിനുശേഷം യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു.
യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം വീണ്ടും ദൂതന്മാർ ഭൂമിയിൽ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കുകയുണ്ടായി. യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് ദൂതന്മാർ ഗലീല പുരുഷന്മാരോട് നേരിട്ട് സംസാരിച്ചു. അതിനുശേഷം പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ദൂതന്മാർ ഇറക്കിക്കൊണ്ടുവന്ന് പത്രോസിനോട് പറയുന്നു, നിങ്ങൾ ഈ ജീവന്റെ വചനം ജനത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞവരെ പറഞ്ഞയച്ചു. വീണ്ടും നമുക്കറിയാം, മേശയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളായിരുന്ന ഫിലിപ്പോസിനോട് ദൂതൻ നേരിട്ട് പറയുകയാണ് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിക്ക് പോകാൻ. അങ്ങനെ ഗസയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഡൻ തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിക്കുകയായിരുന്നു. അദ്ദേഹം തേരിനോട് ചേർന്ന് നടന്നു, തേരിൽ കയറിയിരിക്കുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ ഷണ്ഡനോടുകൂടെ തേരിൽ കയറിയിരുന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഷണ്ഡൻ സ്നാനപ്പെട്ടു. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെയൊക്കെ ദൂതന്മാർ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. കൊർന്നല്യോസിന്റെ വീട്ടിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. കൊർന്നല്യോസ് ദൈവത്തെ ഭയപ്പെടുന്നവനും എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും വളരെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനുമായ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ദൈവവിശ്വാസി അല്ലായിരുന്നു. എങ്കിലും അവനോട് പറയുകയാണ്, ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. മനുഷ്യനായതുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ദൈവം അവന്റെ പ്രാർത്ഥന കേൾക്കും. ഹാഗാറിന്റെ കണ്ണീരിന് മുമ്പിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. പക്ഷെ അത് സ്വർഗത്തിൽ പോകാനുള്ളൊരു വഴിയല്ല. പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളത് കൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശിയാകും എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തെ അറിയുവാൻ ദൈവം അവന് മുഖാന്തരം ഒരുക്കി കൊടുക്കും. കൊർന്നല്യോസിനോട് പറയുകയാണ്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള ദൂത് പത്രോസ് നിങ്ങളോട് അറിയിക്കും. തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ യോപ്പയിൽ താമസിക്കുന്ന പത്രോസിനെ ആളയച്ചു വരുത്തണം. ആ പത്രോസ് ഉപദേശി വന്നിട്ട് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള ദൂത് നിന്നോട് അറിയിക്കും. നോക്കുക, രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കണം, യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കണം, വായി കൊണ്ട് ഏറ്റുപറയണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല. ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. മനുഷ്യനായതുകൊണ്ട് അവൻ കണ്ണീരോടെ ദൈവത്തോട് എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. എന്നാൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടാനുള്ളവരുടെ ലൈനിൽ വരികയുള്ളൂ. അങ്ങനെ അവിടെയും കൊർന്നല്യോസിന്റെ അടുത്ത് ദൂതൻ ചെന്ന് സംസാരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസിനെ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് 2 ചേവകർ കാത്തുകൊണ്ടിരിക്കുമ്പോൾ 4 പട്ടാളക്കാരുള്ള കാവലിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ദൂതൻ അവിടെ കടന്നു ചെന്ന് പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിച്ചു. അവനെ പുറത്തു കൊണ്ടുപോയി മെയിൻ ഗേറ്റും തുറന്ന് സ്ട്രീറ്റിലെത്തി. അപ്പോഴാണ് പത്രോസ് അറിയുന്നത് ഇത് വെറും സ്വപ്നമല്ല, ദൈവത്തിന്റെ ദൂതൻ വന്ന് എന്നെ വിടുവിച്ചതാണെന്ന് മനസ്സിലാക്കി. പത്രോസിന് പരിചയമുള്ള സ്ട്രീറ്റിൽ ചെന്നപ്പോൾ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസ് മർക്കോസിന്റെ വീട്ടിൽ ചെന്നു. മർക്കോസിന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ ചെന്നപ്പോൾ മുട്ടി വിളിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനം പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് വിളിക്കുന്നെന്ന് അവിടുത്തെ ഡോറ് തുറക്കാൻ വന്ന രോധ ഓടിച്ചെന്ന് പറഞ്ഞിട്ട് ആളുകൾ വിശ്വസിച്ചില്ല. അത് പത്രോസിന്റെ ദൂതനായിരിക്കും എന്നാ പറഞ്ഞത്. അവർ വന്നപ്പോൾ പത്രോസ് വാതിക്കൽ നിൽക്കുന്നു. ചെന്ന് സംഭവിച്ചതൊക്കെയും പറഞ്ഞു. അവിടെയും ദൂതൻ പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് കേട്ടവർക്കെല്ലാം അത്ഭുതമായി അവർ ആശ്ചര്യപ്പെട്ടു.
ഇനിയും അപ്പോസ്തല പ്രവൃത്തികളിൽ ദൂതന്മാർ പ്രവർത്തിച്ച പല പ്രവൃത്തികളും നമുക്ക് കാണാൻ പറ്റും. അദ്രിയക്കടലിൽ പൗലോസും ശതാധിപനും 276 ആളുകളും കടലിൽ വലയുമ്പോൾ 14 ദിവസമായി അവർ കടലിൽ അലഞ്ഞു തിരിയുകയാണ്. കപ്പൽ തകർന്നു പോകുമെന്ന് വെച്ച് പേടിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പൗലോസിന്റെ അടുത്ത് വന്നു. പൗലോസെ, ഭയപ്പെടണ്ട, ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളെ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾക്ക് ആർക്കും യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. 14 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ എല്ലാവരും കരഞ്ഞും വിളിച്ചുമിരിക്കുമ്പോൾ സന്തോഷത്തോടെ അപ്പം നുറുക്കി ഭക്ഷിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. ദൂതൻ പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ബലപ്പെട്ട് ഭക്ഷണം കഴിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെ പല പല നിലകളിൽ യേശുവിൻ്റെ കാലശേഷവും ദൂതന്മാർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും ദൂതന്മാർ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി പല നിലകളിൽ പ്രവർത്തിക്കുന്നു. പല ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ പ്രവർത്തിച്ച അനവധി പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതൻ പ്രവർത്തിച്ച അനവധി സന്ദർഭങ്ങളുണ്ട്. ഞാനതൊന്നും ഈ ക്ലാസ്സിൽ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഞാൻ പറയട്ടെ, പലപ്പോഴും ദൈവം നമ്മെ വിടുവിച്ചത്, പല അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചത്, നമ്മുടെ പ്രാണനെ സൂക്ഷിച്ചത്, നമ്മൾക്ക് വേണ്ടി അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, അവരൊക്കെയും നമ്മുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മെ സംരക്ഷിപ്പാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സേവക ആത്മാക്കളായി, ആത്മശരീരികളായി നമ്മോടൊപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളുക. അതോർത്ത് ധൈര്യമായിട്ട് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഈ ദൂതന്മാർക്ക് ഇനിയും ഈ കൃപായുഗത്തിന്റെ അവസാനത്തിൽ വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. തേജസ്സിന്റെ സിംഹാസനത്തിൽ ദൂതന്മാർ ഒരു കൂട്ടം ആളുകളെ വേർതിരിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. എന്നാൽ അന്ത്യകാലത്ത് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് ദൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയുണ്ട്. ദുഷ്ടന്മാരെ വേർതിരിച്ച് മാറ്റുന്ന ഒരു പ്രവൃത്തി, നല്ലവരെ വേർതിരിച്ച് മാറ്റുക. അതിപ്പം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വേർതിരിച്ചിട്ട് എല്ലാ തടസ്സങ്ങളെയും നീക്കിയ ശേഷം മാത്രമേ ഈ ഭൂമിയിൽ യേശു രാജാവായി വന്ന് 1000 ആണ്ട് ഇവിടെ വാഴുകയുള്ളൂ. അവന്റെ രാജ്യത്തിൽ നിന്നും സകല ഇടർച്ചകളെയും ദൈവത്തിന്റെ ദൂതന്മാർ നീക്കിക്കളയും. അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 39-ാം വാക്യം 41-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 39-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മാത്യൂസ് ചാപ്റ്റർ 13 വേഴ്സ് 39 and 41. ഓക്കെ, എടുക്കണേ. കള വായിച്ചോ. കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. ഇനി 41-ാമത്തെ വാക്യം, കൊയ്യുന്നത് ദൂതന്മാർ. കൊയ്യുന്നവർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും.
ആ മനുഷ്യപുത്രൻ 41 വാക്യം കൂടെ. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ ആ. അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ ദൂതന്മാരുടെ വലിയൊരു വർക്കാണ് അവിടെ കാണാൻ പറ്റുന്നത്. ദൂതന്മാർക്ക് വലിയൊരു ജോലിയുണ്ട്. ഇനിയും അവര് ഈ കളയെല്ലാം കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും, സകല ഇടർച്ചകളെയും മാറ്റും, സകലവിധ ദുഷ്ടന്മാരെയും മാറ്റും, നല്ലവരെ മാത്രം വേർതിരിക്കും. നല്ലവരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് ദൂതന്മാർ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം 31-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്. മാത്യൂസ് ചാപ്റ്റർ 24 വേഴ്സ് 31. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അവസാനം ദൈവമക്കളെ കൂട്ടിച്ചേർക്കുവാൻ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നിത്യതയ്ക്ക് അവകാശിയായിട്ടുള്ള ദൈവമക്കളെ കൂട്ടിച്ചേർക്കുന്ന ജോലിയും ദൂതന്മാർക്കുള്ളതാണ്. അവരെ കൂട്ടിച്ചേർത്ത് നമ്മെ സ്വർഗോന്നതികളിലേക്ക്, മധ്യാകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൂതന്മാരുടെ ജോലിയാണ്. അവരാണ് നമ്മളെ കൂട്ടിച്ചേർത്ത് നിത്യതയിലേക്ക്, മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കടന്നു വരുന്നത്. അതിനെക്കുറിച്ചാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവ് താൻ 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മതി. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടു കൂടിയാണ് വരുന്നത്. എന്തിനാണ് പ്രധാന ദൂതന്റെ ശബ്ദം? മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാച് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ പത്സിക്കട്ടെ എന്ന് ഗബ്രിയേൽ ദൂതൻ, മീഖായേൽ ദൂതൻ പറഞ്ഞതായിട്ട് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. മോശയുടെ ശരീരത്തെക്കുറിച്ച് പോലും പിശാച് തർക്കിച്ചു വാദിച്ചെങ്കിൽ നമ്മളെക്കുറിച്ച് എത്രയധികം. ദൈവമക്കളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകാതിരിക്കാൻ പിശാച് സകല ശക്തിയോടും കൂടെ പ്രവർത്തിക്കും. അപ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ കർത്താവ് കടന്നു വരുമ്പോൾ പൈശാചികമായ ശക്തികൾ അടങ്ങുകയും നമ്മൾ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നടക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുകൊണ്ട് ഇനിയും പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ദൈവമക്കളെ ന്യായം വിധിക്കാൻ വേണ്ടിയുള്ളതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. അവിടെ ശിക്ഷാവിധിയില്ല, പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയാണ്, ന്യായമായിട്ട് വിധിക്കുകയാണ്. ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തികൾക്കടുത്ത പ്രതിഫലമാണ് അവിടെ ലഭിക്കുന്നത്. ആ പ്രതിഫലം ലഭിക്കുന്നത് ചില കിരീടങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് നാം തിരുവെഴുത്തിൽ വായിക്കാറുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. വിശ്വസ്തയോടെ ജീവിച്ച എല്ലാവർക്കും ലഭിക്കുന്ന കിരീടമാണ് ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുക. എന്നാൽ ജീവകിരീടം, മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം പ്രാപിക്കും. ആ കിരീടം എന്ന് പറഞ്ഞിരിക്കുന്നത് തലയിൽ ഒരു വലിയ കിരീടം വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ല. അത് അവരുടെ പൊസിഷനെ കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള പൊസിഷൻസ് ദൈവമക്കൾക്ക് പ്രതിഫലമായിട്ട് നൽകും. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിച്ച ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്
തേജസ്സിന്റെ വാടാത്ത കിരീടം നൽകി അവരെ ആദരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പലതരത്തിലുള്ള കിരീടങ്ങളെ കുറിച്ച് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതെല്ലാം പൊസിഷൻസ് ആണ്. ഇതെല്ലാം അവർക്ക് കൊടുക്കാൻ പോകുന്നതായ ക്രമീകരണങ്ങളാണ്. എന്തിനാണെന്നറിയാമോ? ഇനി ഭൂമിയിലോട്ട് ഭൂമിയിൽ ഭരിക്കാൻ പോവുകയാണ്. ദൈവമക്കൾ 7 വർഷം മേഘത്തിലായിരിക്കും. 7 വർഷം നാം മേഘത്തിൽ വാഴും, 1000 സംവത്സരം ഭൂമിയിലും, പിന്നെ നാം സ്വർഗത്തിലും എന്ന് പഴയ ഒരു പാട്ടുണ്ട്. 7 വർഷം പ്രതിഫലങ്ങളൊക്കെ വിഭാഗിച്ചു കൊടുത്ത് നിയമനം ഒക്കെ കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് കടന്നു വരും. ആ ഭൂമിയിലോട്ട് കടന്നു വരുന്ന അവസരത്തിലാണ് അടുത്തത് ദൂതന്മാരുടെ പ്രധാനപ്പെട്ട ജോലി. അവർ വന്ന് സാത്താനെ പിടിച്ച് കള്ളപ്രവാചകനെ, സാത്താനെ, മൃഗത്തെ, സാത്താന്റെ തൃത്വമാണ് മൃഗം, കള്ളപ്രവാചകൻ, സാത്താൻ, ദൈവിക തൃത്വം പോലെ. ഇതിൽ കള്ളപ്രവാചകനെയും മൃഗത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നു. സാത്താനെ പിടിച്ച് 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ ബന്ധിക്കുന്നു. ഭൂമിക്കടിയിൽ 3 തട്ടുകളാണുള്ളത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രവും അത് തന്നെയാണ് പറയുന്നത്. ഭൂമിക്കടിയിൽ പാതാളമുണ്ട്, അധമ പാതാളമുണ്ട്, അഗ്നി നരകമുണ്ട്. ഇതിനെ പല പേരുകൾ പലരും ദൈവദാസന്മാർ ഓർപ്പിക്കാറുണ്ട്. ശാസ്ത്രവും അതിന് പല പേരുകൾ പറയാറുണ്ട്. അതിന് മാസോസ്ഫിയർ എന്നും ത്രോപോസ്ഫിയർ എന്നും ഒക്കെ പല പല പേരുകൾ പറയാറുണ്ട്. പോകട്ടെ, ഇതിൽ ഏറ്റവും അടിയിലുള്ള അടിയില്ല പാതാളം, അഗ്നി നരകം, തീപ്പൊയ്ക എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് അവിടെ ബന്ധിക്കുന്നു. പിന്നീടാണ് ഇവിടെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ടാണ് എല്ലാ ഇടർച്ചകളെയും നീക്കിക്കളഞ്ഞ് ദുഷ്ടന്മാരെയും എല്ലാം മാറ്റിയിട്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം കൂടെ ഇന്ന് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും അതന്നെ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. മതി, അവിടെ നിൽക്കട്ടെ. ഭൂമിയിലെ രാജ്യത്വം ക്രിസ്തുവിനും അവന്റെ വിശുദ്ധന്മാർക്കും നൽകിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരുമായി, വിശുദ്ധ ദൂതന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ദൂതന്മാരും ദൈവമക്കളും ഒരുമിച്ചായിരിക്കും ക്രിസ്തുവിനോടുകൂടെ വരുന്നത്. അതേ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ കൂടെ വായിക്കാം. Revelation chapter 19 verses 19 and 20. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇവിടെ മഹോദരകാലത്ത് ഒരു മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കും. ആ പ്രതിമ സംസാരിക്കും.
ആ പ്രതിമയെ നമസ്കരിക്കണം. ആ പ്രതിമയുടെ നമ്പർ 666 എല്ലാവരുടെയും കൈമേലോ നെറ്റിമേലോ പതിപ്പിക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുടർന്ന് ഇവിടെ നടക്കും. എന്നാൽ അതിനുവേണ്ടി മനുഷ്യരെ നിർബന്ധിച്ച മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ച് തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. അതിന് ദൂതന്മാരുടെ ആവശ്യമുണ്ട്. അവിടെയും ദൂതന്മാരാണ് അത് ചെയ്യുന്നത്. 2 Thessalonians chapter 1 verse 6. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, കർത്താവിനെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ വരുന്നത്. അടുത്തത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം. ഇന്ന് നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് തിരിച്ച് പീഡയും, ഇന്ന് പീഡ അനുഭവിക്കുന്ന നമുക്ക് കർത്താവിനോടുകൂടെ നിത്യ സന്തോഷവും നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അതിന്റെ 10-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേര്. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നോക്കുക, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ ഈ ലോകത്തിൽ ദൈവമക്കളെ പീഡിപ്പിച്ചവർക്ക് പീഡ അനുഭവിക്കുന്ന നമുക്ക് നിത്യ സന്തോഷവും നൽകുവാനാണ് കർത്താവ് തൻ്റെ ദൂതന്മാരുമായി വരുന്നത്. ഇവിടെ പീഡ അനുഭവിച്ച നിങ്ങൾക്ക് സന്തോഷം നൽകുവാൻ വരുന്നു എന്ന് പറയുന്നത് നമ്മളെ ഉദ്ദേശിച്ചല്ല. അന്ന് ഭൂമിയിലുള്ള മനുഷ്യർ, ദൈവമക്കൾ ഇവിടുന്ന് മാറ്റപ്പെട്ട ശേഷം മഹോദ്രവകാലത്ത് ഭൂമിയിലുള്ള മനുഷ്യര് 2 രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഒന്ന്, ദൈവത്തോടും ഭൂമിയിലുള്ള കൈവിടപ്പെട്ടു പോയ ദൈവമക്കളോടും യഹൂദന്മാരോടും ഒക്കെ നല്ല മനോഭാവത്തിൽ ഇടപെട്ട ആളുകളെയാണ് പീഡ അനുഭവിച്ച നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ ആളുകൾ പീഡിപ്പിക്കും. ദൈവത്തോടും ദൈവമക്കളോടും നല്ല രീതിയിൽ പ്രവർത്തിച്ചവരോടൊക്കെ ആളുകൾ മോശമായി പെരുമാറും. യഹൂദന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തവനുണ്ടെങ്കിൽ അവനും കൂടെ പ്രതിഫലം കിട്ടും. അത് കർത്താവ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ആളുകളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് യേശുവും വിശുദ്ധന്മാരും ദൈവദൂതന്മാരുമായി രണ്ടാമത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അന്ന് അവൻ്റെ കാല് കിഴക്കുള്ള ഒലിവ് മലയിൽ കുത്തും. ഒലിവ് മല 2ആയിട്ട് പിളർക്കപ്പെടും. ഒരു വലിയ താഴ്വര ഉളവായി വരും. അതാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 19-20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ന് സകല ആളുകളും യേശുക്രിസ്തുവിനും വിശുദ്ധ ദൂതന്മാർക്കും വിശുദ്ധന്മാർക്കും എതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഒന്നിച്ചു കൂടും. അതിന് കാരണം അന്ന് മഹോദരകാലത്തിന്റെ അവസാനത്തിങ്കൽ ഈ കള്ളപ്രവാചകനും മൃഗവും, അന്ന് ഭൂമിയെ ഭരിക്കുന്ന അന്തിക്രിസ്തു, സോഷ്യൽ മീഡിയ വഴി ലോകമെല്ലാം അറിയിക്കും, ഇതാ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിരിക്കുന്നു. വലിയ പ്രകാശമുള്ള നക്ഷത്രങ്ങൾ പോലെയുള്ള അന്യഗ്രഹ ജീവികൾ ഇതാ ഇവിടെ ഒലിവുമലയിൽ വന്ന് കാലുകുത്തിയപ്പോൾ തന്നെ ഒലിവുമല പിളർന്നുപോയി. ഭയങ്കര സംഭവം ഉണ്ടായിരിക്കുന്നു. ഇത് ഭൂമി മുഴുവൻ പടരും, നമ്മെ എല്ലാം ഇല്ലാതാക്കും. അതിനു മുമ്പ് എല്ലാവരും കടന്നു വരണം, വന്ന് അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തണം. അങ്ങനെ
കുറെ ആളുകളെ എല്ലാം ഒന്നിച്ചു കൂട്ടും. ഒന്നിച്ചു കൂട്ടി കഴിയുമ്പോൾ യേശുക്രിസ്തു തൻ്റെ വായിലെ ശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ ഫൽസനത്താൽ അവരെ ഒതുക്കിക്കളയും. നമുക്കറിയാം, ഗത്സമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ആരെ തിരിയുന്നു എന്ന് കർത്താവ് ചോദിച്ചു. നസറേനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, അത് ഞാനാകുന്നു. ആ ഒരൊറ്റ വാക്കിന് മുമ്പിൽ അവരെല്ലാം പുറമോട്ട് വീണു. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ഫൽസനത്താൽ അവരൊക്കെയും താഴെ പോകും. മാത്രമല്ല, അന്ന് ഇവരന്യോന്യം വെട്ടുവാനിടയായിത്തീരും, തോക്കെടുക്കും, അന്യോന്യം യുദ്ധം ചെയ്യും. കാരണം കമ്പ്യൂട്ടർ ശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ, കമ്പ്യൂട്ടറിൽ വൈറസ് കയറിക്കഴിഞ്ഞാൽ ഇവര് മിസൈൽ അയക്കുന്നത് അവരുടെ രാജ്യത്ത് തന്നെ, അവരുടെ അടുത്തോട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടായി അവർ തന്നെ വെട്ടിച്ചാകും, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ചാകും, എല്ലാം തകരും. എന്നാൽ ദൈവത്തോടും ദൈവമക്കളോടും നല്ല രീതിയിൽ ഇടപെട്ട കുറെ ആളുകൾ ഭൂമിയിൽ കാണും. മാത്രമല്ല, കൈവിടപ്പെട്ടു പോയ ആളുകളും കാണും, രക്ഷിക്കപ്പെട്ടു. സുവിശേഷം പഴി പറഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിച്ചിട്ടുള്ളവരെ, കീർത്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവരെ, ദൈവനാമം മഹത്വപ്പെടാൻ കഴിയാത്ത രീതിയിൽ സ്വന്തം അഭിമാനത്തിന് വേണ്ടി, കീർത്തിക്ക് വേണ്ടി പലതും ചെയ്ത ആളുകളുണ്ട്. പലവിധ സൂത്രങ്ങൾ ഉപയോഗിച്ച് ജീവിത മാർഗങ്ങൾ വർദ്ധിപ്പിച്ച ആളുകളുണ്ട്. ദൈവമക്കളാണെന്ന് അഭിമാനിച്ചുകൊണ്ട് പലവിധ കണക്കുകളും കള്ള റെക്കോർഡുകളും ഒക്കെ ഉണ്ടാക്കിയവരുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ കൈവിടപ്പെട്ടു പോയ ഒരു ഗ്രൂപ്പ് ഇവിടെ കാണും. പക്ഷെ അവര് ദൈവത്തോടും ദൈവമക്കളോടും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചവരാ. അപ്പോൾ തന്നെ യഹൂദനോട് നല്ല രീതിയിൽ പ്രവർത്തിച്ച ധാരാളം ജാതികളുണ്ട്. യഥാർത്ഥത്തിൽ യഹൂദന് വേണ്ടിയാണ് ഈ 1000 ആണ്ട് വാഴ്ച ദൈവം ഒരുക്കിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിച്ചത്, ഈ കാലത്തിലോ നീ രാജ്യം ഞങ്ങൾക്ക് യഥാസ്ഥാനത്താക്കി തരുന്നത്? യേശുവിന്റെ കാലത്ത് തന്നെ യേശു ഭൂമിയുടെ രാജാവായി ഭൂമിയിൽ ഭരണം നടത്തും, യെരുശലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ഭൂമിയുടെ ഭരണം നടത്തും, രാജ്യം യഥാസ്ഥാനത്താക്കി തരുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് വരെ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് കർത്താവും പറഞ്ഞു. കർത്താവിനെ അതിനുവേണ്ടിയാണ് ലോകത്തിലേക്ക് അയച്ചത്. എന്നാൽ ദൈവം ആ പദ്ധതിക്ക് ഒരു വ്യത്യാസം വരുത്തി. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ ലോകത്തിലുള്ള സകല ജാതികൾക്കും രക്ഷ കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അവകാശം കൊടുത്തു. അങ്ങനെ സകല ജാതിയിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, വംശത്തിൽ നിന്നും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളുടെ ഒരു ഗ്രൂപ്പ് ലോകത്തിലുണ്ടായി. അതാണ് സഭാ കാലയളവ് എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തിലെ 69ാമത്തെ ആഴ്ചവട്ടത്തിനും 70ാമത്തെ ആഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള കാലയളവ്, ഒരു ബ്രാക്കറ്റ് കാലം, അതാണ് സഭാ കാലയളവ്. ഈ സഭാ കാലയളവിൽ രക്ഷിക്കപ്പെട്ടു വരുന്ന ദൈവമക്കൾ, അവരെയും കൂടെ ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുക മാത്രമല്ല, അവരാണ് 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തുവിനോടുകൂടെ ഭൂമിയിൽ ഭരിക്കാൻ പോകുന്നത്. ഇനി നോക്കുക, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സഭ, യേശുക്രിസ്തു, വിശുദ്ധന്മാരും.
വിശുദ്ധ ദൂതന്മാരും തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായിരിക്കും. ഇന്ന് കാണുന്ന ശരീരത്തിലല്ല. നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഹാരം കഴിക്കാം. ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് പറയുകയുണ്ടായി, ഇത് നിങ്ങൾക്കായി തകർക്കപ്പെടാൻ പോകുന്ന എൻ്റെ ശരീരം. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ എന്ന് പറഞ്ഞ് അപ്പം എടുത്ത് വാഴ്ത്തി കർത്താവ് കൊടുത്തു. എന്നിട്ട് പാനപാത്രം എടുത്തു. ഇത് നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു. എന്നാൽ നിങ്ങളോടുകൂടെ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ കുടിക്കുന്നത് വരെ ഞാൻ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് കുടിക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ ഈ പന്തിഭോജനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ മുന്തിരിവള്ളിയും ഇതൊക്കെ ഇവിടെ ഭൂമിയിലെ കാര്യമാണ്. അപ്പൊ ഭൂമിയിൽ ഇനി 1000 ആണ്ട് വാഴ്ചയിൽ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് പന്തിഭോജനം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കൂടെ തേജസ് പ്രാപിച്ച ദൈവമക്കൾ നടന്നു പോകുമ്പോൾ അവരുടെ നിഴലടിച്ച് രോഗികൾ സൗഖ്യമായി. പത്രോസും മറ്റും കടന്നു പോകുമ്പോൾ അവരുടെ നിഴൽ കിട്ടേണ്ടതിന് രോഗികളെ വഴിയിൽ കൊണ്ടുപോയി കിടത്തി. അവരുടെ റൂമാൽ കൊടുത്തു വിട്ടപ്പോൾ അതുകൊണ്ടിട്ടപ്പോൾ രോഗികൾ സൗഖ്യമായി. അങ്ങനെയെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നാം കടന്നു പോകുമ്പോൾ അന്ന് രോഗികൾ സൗഖ്യമാകും. ഇനി ദൂതന്മാരുണ്ട്, നമ്മളുണ്ട്. പിന്നെ അവിടെ ഉള്ള ജനങ്ങൾ ആരൊക്കെയാണ്? രണ്ടായിട്ട് ലോകത്തിലുള്ള ജനങ്ങളെ വേർതിരിക്കും. അതാണ് തേജസ്സിന്റെ സിംഹാസനം. അവിടെയും ദൂതന്മാരാണ് അത് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം. മാത്യൂസ് ചാപ്റ്റർ 25 വേഴ്സ് 31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോട് സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. വിശുദ്ധ ദൂതന്മാരുമായിട്ട് യേശുക്രിസ്തു ഇറങ്ങി വരികയാണ്. ദൈവവാക്യം നമ്മൾ വായിച്ചു. ഓക്കെ, മതി. ഇനി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-11. മാത്യൂസ് 18 വേഴ്സസ് 10 and 11. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, യേശുക്രിസ്തു ഇതിനെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ് ഓർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ചുറ്റിലും ദൂതന്മാരെപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ വ്യക്തികളുടെയും, നമ്മുടെ ഓരോരുത്തരുടെയും ദൂതന്മാർ ദൈവസന്നിധിയിൽ ദൈവമുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയവരിൽ ആരെയും തുച്ഛീകരിക്കാതിരിപ്പാൻ നോക്കുവെന്ന് പറഞ്ഞത്. അന്ന് ആരെങ്കിലും ദൈവത്തിന്റെ മക്കളെ, വിശുദ്ധന്മാരെ തുച്ഛീകരിച്ച് കളഞ്ഞാൽ, ഏറ്റവും ചെറിയവനായ ഒരുത്തിനെ തുച്ഛീകരിച്ച് കളഞ്ഞാൽ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അതുകൊണ്ടാണ് തുച്ഛീകരിക്കാതിരിപ്പാൻ നോക്കുവീൻ എന്ന് പറഞ്ഞത്. ദൂതന്മാർ എപ്പോഴും കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം
രണ്ടാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ട്. 2 Thessalonians chapter 2 verse 7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ആ. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. നോക്കുക, പരിശുദ്ധാത്മാവ് ഇന്ന് തടയുന്നത് കൊണ്ടാണ് അന്ത്യക്രിസ്തുവിന്റെ ഭരണം തുടങ്ങാതിരിക്കുന്നതെന്ന്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ മഹോദരവാഴ്ച തുടങ്ങും. മഹോദരകാലത്തിന്റെ ആ കാലയളവ് മുഴുവൻ നമ്മൾ മധ്യാകാശത്തിലായിരിക്കും. അവിടെ പ്രതിഫലം വാങ്ങിച്ച് കർത്താവിനോട് കൂടെ നാം പ്രകാശപൂരിതമായ ശരീരത്തോടുകൂടെ വിശുദ്ധ ദൂതന്മാരോടുകൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുവന്ന് ഭൂമിയിൽ 1000 ആണ്ട് വാഴും. അന്ന് 1000 ആണ്ട് ഭൂമിയിൽ വാഴുമ്പോൾ ദൈവമക്കൾക്ക് മരണമില്ല. 1000 ആണ്ട് നാം ക്രിസ്തുവിനോടുകൂടെ വാഴും. ഭൂമിയിലുള്ള മറ്റുള്ള ജാതിക്കാരായ ആളുകൾക്ക് ഇന്ന് കാണുന്ന പോലെ എല്ലാ ആൾക്കാരും ആ ഗ്രൂപ്പിൽ കാണും. മരണമുണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ മരിക്കുന്നു പറയുന്നത് 100 വയസ്സുള്ളവനായിട്ടായിരിക്കും. ഞാൻ രോഗിയാണെന്ന് ആരും പറയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, തേജസ്കരിക്കപ്പെട്ട ശരീരമായതുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കും. അംഗഹീനരായിട്ടുള്ളവർ കാണും, അവർക്കെല്ലാം അന്ന് വിടുതൽ കിട്ടും. കുരുടർ കാണും, മുടന്തർ നടക്കും, അവർക്കെല്ലാം അന്ന് സൗഖ്യം കിട്ടും. നമ്മൾ അടുത്തൂടെ പോയാൽ മതി, കണ്ടാൽ മതി. ഇനി മറ്റൊന്ന്, നമ്മുടെ വേഗത ദൂതന്മാരുടെ വേഗത പോലെയാകും. ഈ ഭൂമിയുടെ മുഴുവൻ ഭരണം നമുക്കുള്ളതാണ്. ഏതാണ്ട് 51 കോടി ചതുരശ്ര മൈൽ വിസ്താരമുള്ള ഭൂമിയിൽ എവിടെ വേണം രോഗമില്ല. അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ അല്പം കൂടെ വിശദമായിട്ട് അടുത്ത ആഴ്ചയിൽ ഞാൻ ഓർപ്പിക്കാം. ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ പോയാൽ സമയം വൈകിപ്പോകും. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. അന്ന് ലോ ആൻഡ് ഓർഡർ വേണ്ട, പോലീസുകാരുടെ ആവശ്യമില്ല. ഇവിടെ ആരും ഒരു ദോഷവും ചെയ്യത്തില്ല. കാരണം സാത്താനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. പാപ സ്വഭാവം ആരിലും ഉണ്ടായിരിക്കത്തില്ല. പാപ ആദേശം ഒരു മനുഷ്യരിലും കാണില്ല. ഒരു വാക്യം വായിച്ചെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചാട്ട്. ഐശയ്യാ ചാപ്റ്റർ 11 വേഴ്സ് 9. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം അത് യെരുശലേം തലസ്ഥാനമാക്കിയായിരിക്കും. ബാക്കി ഭൂമിയിലെങ്ങും പർവ്വതങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. എല്ലാ കുന്നും നികന്നും താണു വരണം, എല്ലാ താഴ്വരയും നികന്നു വരണം. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. അതിൻ്റെ എല്ലാം വാക്യങ്ങൾ ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞുതരാം. ഇന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്, സമയ ചുരുക്കത്താൽ ഇന്ന് ഓർപ്പിക്കുന്നില്ല. പോകട്ടെ. ആ വിശുദ്ധ പർവ്വതത്തിലേക്ക് കയറിപ്പോകാമെന്ന് പറഞ്ഞ് ജാതികൾ പോലും അവിടെ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ കുമ്പിടും. ആർക്കും പാപത്തെക്കുറിച്ചുള്ള ചിന്ത പോലും ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ സമത്വ സുന്ദര മോഹനമായ ഒരു ക്ഷേമ രാഷ്ട്രം ഭൂമിയിൽ കെട്ടിപ്പടുക്കുവാൻ യേശു രാജാവായി വേഗം വരുന്നു. ഇസങ്ങൾ സ്വപ്നം കാണുന്ന സമത്വമുള്ള അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന ആ നല്ല നാളേക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, സാവധാനതയുള്ള, അനുഗ്രഹിക്കപ്പെട്ട ആ ജീവിതത്തിന്റെ നിഴലാണ് ഇന്ന് ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയുടെ നിഴലാണ്. ഇന്ന് ഞാൻ അതിൻ്റെ
വാക്കുകൾ മാത്രം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഭൂമിയിലെ ദൈവസഭ 1000 ആണ്ട് വാഴ്ചയുടെ നിഴലാണ്. അതിന്റെ പ്രത്യേകത മാത്രം ഇപ്പോൾ ഞാൻ പറയുകയാണ്. ഒന്ന്, യേശു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനമാണ് ദൈവത്തിന്റെ സഭ. ക്രിസ്തുവാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു. 2, ഇതിലുള്ള അംഗങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ ആയിരിക്കും. 3, ഇതിലുള്ള അംഗങ്ങൾ, ഈ ദൈവസഭയുടെ ദൗത്യമെന്ന് പറയുന്നത് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെട്ടതിന്റെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയുക, രക്ഷയുടെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. അതാണ് സഭയുടെ ദൗത്യം. അടുത്തത്, സഭയുടെ പ്രത്യാശ കർത്താവിന്റെ വരവാണ്. ഈ പ്രത്യാശ 1000 ആണ്ട് വാഴ്ചയിൽ തീരും. അവിടെ ചെല്ലുമ്പോൾ നാം കർത്താവിന്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ പ്രത്യാശ കർത്താവിനെ കാണണമെന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിന്റെ സഭയിലായിരിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ മുഖം കാണണം. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയായിരിക്കണം എപ്പോഴും നാം ഒരുക്കത്തോടെ കാത്തിരിക്കുന്നത്. അടുത്തതായിട്ട്, നിർവ്യാജ സ്നേഹമുള്ളവരാണ് സഭയുടെ അംഗങ്ങൾ. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുന്നവരായിരിക്കണം എല്ലാ വിശ്വാസികളും. ഒരുവനെ മറ്റവനേക്കാൾ ശ്രേഷ്ഠം എണ്ണുക, ഐക്യതയോടെ, ബഹുമാനത്തോടെ, സന്തോഷത്തോടെ തുടരുന്നവരാണ് ദൈവമക്കൾ. സഭയുടെ ആരാധനാ രീതി എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയുടെ നിഴലാണ്. പാട്ട്, പ്രാർത്ഥന, വചനധ്യാനം, ഇതാണ് നമ്മുടെ സഭയിലെ ആരാധനയുടെ മോഡൽ എന്ന് പറയുന്നത്. നിത്യം കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, സ്തോത്രം കരയറ്റുന്ന അനുഭവമാണ് സഭയുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അടുത്തത്, കർത്താവിനോട് സംസാരിക്കുക. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. തിരുവചനം ശ്രദ്ധിക്കുക, വചനം കേട്ട് ദൈവാലോചന ഏറ്റെടുക്കുക. പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുക. അതാണ് സഭയുടെ ആരാധന എന്ന് പറയുന്നത്. ഇനി നോക്കുക, സഭയിൽ ദൈവമാക്കി വച്ചിരിക്കുന്ന നടത്തിപ്പുകാരെ അനുസരിച്ച്, ബഹുമാനിച്ച്, അവരുടെ ശിക്ഷണത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ദൈവസഭയ്ക്കുള്ളത്. അത് തന്നെയാണ് 1000 ആണ്ട് വാഴ്ചയിൽ നടക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആരും എങ്ങും ഒരു ദോഷവും നാശവും ചെയ്യത്തില്ല. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ദൂതന്മാരും വിശുദ്ധന്മാരും പറയുന്നത് കേട്ട് എല്ലാവരും പൊയ്ക്കോളും. അങ്ങനെയുള്ളൊരു നല്ല കാലം വരാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങി പാർക്കുന്ന ദൈവമക്കൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നവരാകിയാൽ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ഭയഭക്തിയോടെ, ഉത്തരവാദിത്തോടെ ദൈവനാമത്തിനായി നിലനിൽപ്പാൻ, പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.